കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് അധികം ലേസി ആയിട്ടുള്ള എനിക്ക് കുറച്ചധികം സന്തോഷം തരുന്ന അല്ലെങ്കിൽ ഞാൻ കുറച്ച് എനർജറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് അത് സൺഡേ ആണ് കേട്ടോ. അതിൻ്റെ റീസൺ എന്താണെന്നോ, രാത്രി വളരെ അധികം ലേറ്റായിട്ട് കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുന്ന, രാവിലെ വളരെ അധികം ലേറ്റായിട്ട് എഴുന്നേക്കാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് അത് നടക്കുന്ന ഏക ദിവസം എന്ന് പറയുന്നത് സാറ്റർഡേയും സൺഡേയും മാത്രമാണ്. അതും മാത്രമല്ല ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, എൻ്റെ കുക്കിങ്ങിലുള്ള എൻ്റെ കഴിവുകളെല്ലാം ഞാൻ പുറത്തെടുക്കുന്നത് ഈ ഒരു ദിവസമാണ്. കാരണം എൻ്റെ എല്ലാ പരീക്ഷണങ്ങളും ഞാൻ നടത്തുന്നത് ഈ ഒരു സൺഡേ ആണ്. ശരിക്കും പറഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ സേവ് ചെയ്ത് വെക്കുന്ന എല്ലാ കുക്കിംഗ് വീഡിയോയും ഞാൻ പരീക്ഷണത്തിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു സൺഡേ തന്നെയായിരിക്കും കേട്ടോ. പണ്ട് ഓഫീസിൽ കുക്കിംഗ് വീഡിയോ കണ്ടിരുന്ന ടീം ലീഡിൽ നിന്ന് കിട്ടിയ പണി മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആ സമയത്ത് തുടങ്ങിയ ഒരു പരിപാടിയാണ് കേട്ടോ എല്ലാ കുക്കിംഗ് വീഡിയോകളും സേവ് ചെയ്ത് വെച്ച് സൺഡേയിലേക്ക് മാറ്റി വെക്കുന്നത്. എൻ്റെ കുക്കിംഗ് പരീക്ഷണങ്ങൾക്കെല്ലാം വിധേയരാകുന്നത് എൻ്റെ ഹസ്ബൻഡും എൻ്റെ കേതനുമാണ്. എന്താണെങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും വളരെ ടേസ്റ്റോടെ തന്നെ അവർ കഴിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ചില സമയത്തൊക്കെ പാളിപ്പോകാറുണ്ട്. എന്താണെങ്കിലും ഈ സൺഡേ എന്ന് പറയുന്നത് ഞാനൊരു അടിപൊളി ചെട്ടിനാട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. എനിക്കാണെങ്കിൽ കുറേ നാളായിട്ട് എൻ്റെ യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നൊരു വീഡിയോ ആണ് പേർലിമാരുടെ ഒരു സ്പെഷ്യൽ ചെട്ടിനാട് ബിരിയാണി. എന്താണെങ്കിലും വലിയ ഫ്ലോപ്പൊന്നും ഇല്ലാതെ ചെട്ടിനാട് ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് സാലഡിന് വേണ്ടത് ഒണിയനും ടൊമാറ്റോയും പിന്നെ മല്ലിയില വിട്ടൊരു കളിയില്ലല്ലോ, അങ്ങനത്തെ അതെല്ലാം ഇട്ട് നല്ല തൈരൊക്കെ വെച്ച് അടിപൊളി സാലഡും റെഡിയാക്കി. നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകത അല്ല ഈ ബിരിയാണിയുടെ കൂടെ നമ്മുടെ പപ്പടം കോമ്പിനേഷനായിട്ട് വരുന്നത്. അങ്ങനത്തെ നമ്മുടെ പപ്പടം റെഡി ആയിട്ടുണ്ട്, സാലഡ് റെഡി ആയിട്ടുണ്ട്, ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വിളമ്പി കഴിച്ചതിന് ശേഷം അടിപൊളി ഒരു ഉറക്കം. അതാണല്ലോ നമ്മളുടെ ഒരു പതിവ്. എന്താണെങ്കിലും ഒരു അച്ചാറിൻ്റെ കുറവുണ്ട്, അത് എങ്ങനെയൊക്കെയോ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി. സാധാരണ നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ കാണുന്നൊരു ചടങ്ങാണല്ലോ ഈ ബിരിയാണിക്ക് ശേഷം ഒരു ഐസ്ക്രീമും. അതിനും ഒട്ടും കുറവ് വരണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിരിയാണിക്ക് ശേഷം ഒരു ഐസ്ക്രീമും കഴിച്ച് ഇനിയിപ്പോൾ എന്താണ് നല്ല അടിപൊളിയായിട്ടൊരു ഉറക്കം പാസ്സാക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഹാപ്പി സൺഡേ.